പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം സൃഷ്ടിച്ച സംഘർഷാവസ്ഥയ്ക്ക് ഇതുവരെ അയവ് വന്നിട്ടില്ല. മാത്രമല്ല, ഏതു നിമിഷവും ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കാം എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇസ്രായേലിനെതിരെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള കനത്ത ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ താൻ കൊല്ലപ്പെട്ടേക്കുമെന്ന ആശങ്ക പങ്കുവയ്ക്കുകയാണ് സൗദി പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ. പ്രമുഖ മാധ്യമമായ പൊളിറ്റിക്കോ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. US കോൺഗ്രസിലെ അംഗങ്ങളോടാണ് തന്റെ ആശങ്ക കിരീടാവകാശി അറിയിച്ചതെന്നും പൊളിറ്റിക്കോ വെളിപ്പെടുത്തുന്നു. സൗദിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ് ജീവൻ നഷ്ടപ്പെടുത്തുമെന്ന ആശങ്ക ഉണ്ടാക്കുന്നതെന്നും മുഹമ്മദ് ബിൻ സൽമാൻ അംഗങ്ങളെ അറിയിച്ചു. ഇസ്രായേലുമായി സമാധാന കരാർ ഒപ്പിട്ട ഈജിപ്തിന്റെ മുൻ പ്രസിഡന്റ് അൻവർ സാദത്ത് കൊല്ലപ്പെട്ടത് ചൂണ്ടിക്കാട്ടിയാണ് കിരീടാവകാശി തന്റെ ആശങ്ക US-നെ അറിയിച്ചത്. സാദത്തിനെ സംരക്ഷിക്കാൻ US ഒന്നും ചെയ്തില്ലെന്നും അദ്ദേഹം US കോൺഗ്രസിലെ അംഗങ്ങളോട് പറഞ്ഞു. ഗസ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനോടുള്ള അറബ് രാഷ്ട്രങ്ങളുടെ അകൽച്ച കൂടിയിട്ടുണ്ട്. അതിനാൽ ഇസ്രായേലുമായുള്ള ഏതൊരു കരാറും പലസ്തീൻ രാഷ്ട്രത്തിന് ഭീഷണി ഉണ്ടാക്കുന്നതാവരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതായാണ് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലുമായി കരാർ ഒപ്പിടുന്നതിന് മുഹമ്മദ് ബിൻ സൽമാൻ ഇപ്പോഴും തയ്യാറാണ്. എന്നാൽ പലസ്തീൻ രാഷ്ട്രത്തിന് ഇസ്രായേൽ എതിര് നിൽക്കുന്നതാണ് കിരീടാവകാശിയെ ആശങ്കപ്പെടുത്തുന്നത്. പലസ്തീന് ദോഷം വരുത്തുന്ന തരത്തിൽ ഒരു കരാർ നിലവിൽ വന്നാൽ ഈജിപ്റ്റ് മുൻ പ്രസിഡന്റ് അൻവർ സാദത്തിന്റെ വിധി തനിക്ക് ഉണ്ടാകുമെന്നാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഭയക്കുന്നത്. ഇസ്രായേലിനെതിരെ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ അറബ് രാഷ്ട്രങ്ങളെല്ലാം ആശങ്കയിലാണ്. പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ പിടിയിലായാൽ അത് മേഖലയെ മുഴുവൻ ബാധിക്കുമെന്നവർ ഭയപ്പെടുന്നു. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിജയഗാഥയാണ് സൗദി അറേബ്യ സ്വന്തമാക്കിയതെന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞിരുന്നു. രാജ്യം വികസിക്കുന്നതും അതിവേഗത്തിൽ പുരോഗതി പ്രാപിക്കുന്നതും തുടരുമെന്നും അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. സൗദി അറേബ്യയുടെയും ജനങ്ങളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും നിറവേറ്റുന്നതിനുമാണ് സമയം ചെലവഴിക്കുന്നത്. രാജ്യം വികസിക്കുന്നതും അതിവേഗത്തിൽ പുരോഗതി പ്രാപിക്കുന്നതും തുടരുക തന്നെ ചെയ്യും. ഒരു ദിവസം പോലും അത് നിലയ്ക്കുകയോ നിർത്തുകയോ ചെയ്യില്ല. ഏതെങ്കിലും രാജ്യത്തിന് ആണവായുധങ്ങൾ ലഭ്യമാക്കുന്നത് നല്ല കാര്യമല്ല. ലോകത്തിന് ഇനിയൊരു ഹിരോഷിമ താങ്ങാനുള്ള കരുത്തുമില്ല. ഇറാൻ ആണവായുധം സ്വന്തമാക്കുകയാണെങ്കിൽ സൗദിയും അത് നേടേണ്ടതുണ്ട്. ഈ മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയ്ക്ക് അത് ആവശ്യമാണ്. ഇറാനുമായുള്ള ബന്ധം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടി അത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമേരിക്കയുമായി വരാനിരിക്കുന്ന കരാറുകൾ ഇരു രാജ്യങ്ങൾക്കും മേഖലയുടെയും ലോകത്തിൻ്റെയും സുരക്ഷയ്ക്കും ഗുണകരമാണ്. സൗദിയും ഇസ്രായേലും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കുന്നതിൽ ബൈഡൻ ഭരണകൂടം വിജയിച്ചാൽ ശീതയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ കരാറായിരിക്കും അതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനുമായുള്ള സൗദിയുടെ ബന്ധം വ്യത്യസ്തമാണ്. നിരവധി പൊതുവായ വിഷയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഹമ്മദ് ബിൻ സൽമാൻ അഭിമുഖത്തിൽ പറഞ്ഞു. അതിനിടെ ഖത്തറിൽ നടക്കുന്ന ഗസ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഹമാസ് അറിയിച്ചു. എന്നാൽ മധ്യസ്ഥരുമായി ഹമാസ് പിന്നീട് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും അധികൃതർ പറഞ്ഞു. ചർച്ചകൾ മുൻ നിശ്ചയപ്രകാരം മുന്നോട്ടു പോകുമെന്നും വെടിനിർത്തൽ കരാർ ഇപ്പോഴും സാധ്യമാണെന്നും US അറിയിച്ചു. വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ ചർച്ചകളിൽ അടിയന്തരമായി പുരോഗതി ആവശ്യമാണെന്നും US വ്യക്തമാക്കി. ചർച്ചയിൽ ഇസ്രായേൽ പങ്കെടുക്കുമെന്ന് സർക്കാർ വക്താവ് ഡേവിഡ് മെർസൻ അറിയിച്ചു.